റേമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതമരുളുന്നു. റേമയുടെ ഈ എപ്പിസോഡിൽ നമ്മളോട് കൂടെ ഉള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഫാദർ ജോസഫ് ഓണാട്ട്. ഞാൻ പത്തനംതിട്ടയിലുള്ള ഡീപോൾ കെയർ ഹോം എന്ന ഒരു വൃദ്ധസദനത്തിൽ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ അടുക്കലുള്ള ഡീക്കൻ ജസ്റ്റിൻ കപ്പലുമാക്കൽ മംഗലപ്പുഴയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി, വൈദിക പരിശീലനം പൂർത്തിയാക്കി ഇപ്പം പ്രൊവിൻഷ്യൽ ഹൗസിൽ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്നു. ഇത് ഡോക്ടർ ജോസ് തൈൽ, അദ്ദേഹം MBBS പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വൈദികനായി ഇപ്പോൾ കാരിച്ചാലടുക്കം കാസർഗോഡുള്ള ഞങ്ങളുടെ മൈനർ സെമിനാരിയിലെ വൈസ് റെക്ടറായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും ഇടതുവശത്തുള്ള വൈദികൻ ഫാദർ ജിസ്മോൻ മാടശ്ശേരി. അദ്ദേഹം മുന്നൂർപ്പള്ളിയിലുള്ള ഞങ്ങളുടെ മൈനർ സെമിനാരിയിൽ സേവനം ചെയ്യുന്നു. ഒരു ദരിദ്രനും ഒരിക്കലും സങ്കടപ്പെടാനോ പരാതിപ്പെടാനോ പറ്റാത്ത രീതിയിൽ ഈശോ അവനേക്കാൾ ദരിദ്രനായി അവതരിച്ച ആ രാത്രി നിസ്സഹായതയുടെ ഒരു രാത്രിയാണ്. അന്ന് അവർക്കൊന്നുമില്ലായിരുന്നു. വലിയ ത്യാഗമൊക്കെ എടുത്ത് നോമ്പൊക്കെ നോക്കി 24 ദിവസം അല്ലെങ്കിൽ 25 ദിവസം മദ്യപിക്കാതെ ഇതിന്റെ എല്ലാം കേട് 25-ാം ദിവസം ചിലപ്പോൾ തീർക്കും. ബർത്ത്ഡേ ബോയ് ഇല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് ഇപ്രകാരമായിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണോ? ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആയിട്ട് മാറുകയാണോ നമ്മുടെ ഈ ആഘോഷം? പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആദ്യ മാതാപിതാക്കളുടെ ഒരു കഥ. കൂടെ നടക്കുന്ന ഒരു ദൈവം അവരോട് കൂടെ എപ്പോഴുമായിരുന്നു. പക്ഷേ ആദ്യ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ കടന്നു വന്നു. പിന്നീടുള്ള തലമുറകളെല്ലാം കടന്നു വന്നപ്പോൾ ഇതേ അവസ്ഥയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിഗോളമായും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇസ്രായേൽ മക്കൾ വീണ്ടും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ ചെവി ചായ്ച്ച് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്ന ഒരു മക്കളുടെ കഥയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുവാനായിട്ട് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയക്കുന്നു. അതാണ് ഈ ക്രിസ്മസ് ദിനം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന്. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു, കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ആദ്യ മാതാപിതാക്കൾ അനുഭവിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു അവസരമാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. കൂടെ നടന്നുകൊണ്ട് ശിഷ്യന്മാരോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതം നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമുക്ക് പങ്കുവെച്ചു തരുന്നത്. കൂടെ നടക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പം ക്രിസ്മസിന് പലരും പല നിർവചനങ്ങളും കൊടുക്കാറുണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു നിർവചനമാണ്, എനിക്കത് വളരെ മനോഹരമായി തോന്നി. ആ നിർവചനം ഇപ്രകാരമാണ്: സ്വർഗവും ഭൂമിയും തമ്മിൽ നടക്കുന്ന ഒരു കച്ചവടമാണ് ക്രിസ്മസ്. ഈ കച്ചവടത്തിൽ സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് നേട്ടവുമാണ് ഉണ്ടാകുന്നത്. സ്വർഗത്തിൻ്റെ നഷ്ടം എന്താ? ദൈവം എല്ലാം മാറ്റിവെച്ച്, ആ ദൈവികതയെല്ലാം മാറ്റിവെച്ച് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ വരുന്നു. ഭൂമിക്കുള്ള നേട്ടം എന്താ? ഇതാ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്മസിന് നല്ലൊരു നിർവചനമാണ്. ദൈവം എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനോടൊപ്പം ഒരു മനുഷ്യനായി ജീവിക്കുന്നു. ഇങ്ങനെ ഈ നിർവചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരുന്നത്, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കണ്ട ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ഒരു കൊച്ചാണ്, 3 വയസ്സുള്ള ഒരു കൊച്ച്, മിടുക്കിയായ ഒരു കൊച്ച്. ആ കൊച്ചിൻ്റെ അമ്മ രാത്രി 9 മണിക്കാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, കൊച്ചിൻ്റെ ഷുഗർ ചെക്ക് ചെയ്തപ്പം
ഗ്ലൂക്കോമീറ്ററിൽ വെരി ഹൈ എന്ന് കാണിച്ചു. അപ്പോൾ വെരി ഹൈ എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോമീറ്ററിൽ വെരി ഹൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 500-ൽ കൂടുതലാണെന്നുള്ളതാണ് 3 വയസ്സുള്ള കൊച്ചിന്. അപ്പോൾ ഈ കൊച്ചിൻ്റെ കഥ ഇങ്ങനെയാണ്. 3 വയസ്സുള്ള ഈ കൊച്ചിന് ഈ അമ്മയ്ക്ക് രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടി കിട്ടി. ആ കുഞ്ഞ് ഇപ്പം 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് വന്നത് മുതൽ ഇവർ ഈ കൊച്ചിൽ ഒരു മാറ്റം ശ്രദ്ധിച്ചു. അതായത് ഈ കൊച്ച് എപ്പോഴും കരയുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ പുറകെ ഇങ്ങനെ നടന്ന് അമ്മ എനിക്ക് വെള്ളം താ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് രണ്ടാമത്തെ കൊച്ച് വന്നതുകൊണ്ട് ഈ മൂത്ത കൊച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കാം അത് നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും അത് കാര്യമാക്കിയില്ല. അമ്മ ഒരു നേഴ്സാണ്, പക്ഷെ അമ്മ അത് കാര്യമാക്കിയില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അമ്മ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈ കൊച്ച് രാത്രി എഴുന്നേറ്റ് അമ്മ എനിക്ക് വെള്ളം താന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി, എത്രയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം ചോദിക്കുന്നത് അത്ര നോർമലായ കാര്യമല്ല. അപ്പം ഈ അമ്മ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ വെരി ഹൈ എന്നാണ് കാണുന്നത്. ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മ ഹോസ്പിറ്റലിൽ വരുന്നു, പിന്നെ ഈ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ ഷുഗർ കൂടി വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസുലിൻ കൊടുക്കും, പക്ഷേ ഭക്ഷണം നിർത്തും. കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കില്ല. നിൽപെർ ഓറൽ എന്നാ പറയാം. ആകെ ചെയ്യുന്നത് വെള്ളം അതായത് IV നമ്മൾ വെള്ളം കൊടുക്കും, ഫ്ലൂയിഡ് മാത്രം IV ആയിട്ട് പോകും. അപ്പോൾ കൊച്ചിന് ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നീട് പതുക്കെ ഷുഗർ കൺട്രോൾഡ് ആയി കഴിയുമ്പം ബിസ്ക്കറ്റിൻ്റെ പകുതി കൊടുക്കും, 1/2 ഗ്ലാസ് പാല് കൊടുക്കും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കൊച്ച് അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മേ എനിക്കൊരു മുഴുവൻ ബിസ്ക്കറ്റ് തരാമോ? അപ്പം അമ്മ പറയും, ഇല്ല മോളെ, 1/2 ബിസ്ക്കറ്റ് ഇപ്പം മതി. ഈ കൊച്ചു ചോദിക്കും, എനിക്കൊരു മുട്ടായി തരാമോ? അപ്പം അമ്മ പറയും, മോളെ കഴിക്കാൻ പറ്റില്ല. അപ്പം ഈ കൊച്ചു അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മേ എനിക്ക് എന്നാണ് ഒരു മുട്ടായി കഴിക്കാൻ പറ്റുക? ഈ അമ്മ പറഞ്ഞു, മോൾക്ക് കഴിക്കേണ്ട സമയം വരുമ്പോൾ അമ്മ തരാം. മോൾക്ക് എന്നാണോ ഇനി മുട്ടായി കഴിക്കാൻ പറ്റുക, മോൾക്ക് എന്നാണോ മധുരം കഴിക്കാൻ പറ്റുക, അന്ന് വരെ അമ്മയും മുട്ടായി കഴിക്കില്ല, അമ്മയും മധുരം കഴിക്കില്ല. ഈ കൊച്ചിനു വേണ്ടി അമ്മയെല്ലാം ഉപേക്ഷിക്കുക. ഇതുപോലെ നമുക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു ദൈവമാണ്. എല്ലാ സ്വർഗത്തിലിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് നമ്മുടെ ഇടയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വന്നൊരു ദൈവം. അതാണ് ക്രിസ്മസ്. ഞാൻ ഈ അടുത്ത നാളിൽ RCCയിൽ പോയേ. RCC റീജിയണൽ ക്യാൻസർ സെൻ്റർ ആണല്ലോ. ഞാനിപ്പോൾ അവിടെയുള്ള ഒരു അന്തേവാസിയായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കണ്ട ഒരു കാഴ്ച, ഒരു കൊച്ചുകുട്ടി, ഒരു 4-5 വയസ്സ് പ്രായം കാണും. ആ കുട്ടി മുട്ടയടിച്ചിരിക്കുകയല്ല, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, കുട്ടിയുടെ അമ്മയും മുട്ടയാണ്. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ ഇതിലാർക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു കൊച്ചിനാണ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ അമ്മയ്ക്കും പ്രയാസമുണ്ടോ എന്നുള്ള നിലയിൽ ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പം അവളെപ്പോലെ തന്നെ ഞാനുമായിരുന്നെങ്കിൽ അവൾക്ക് വലിയ സങ്കടം ഉണ്ടാകത്തില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യരോട് അനുരൂപപ്പെടാൻ വേണ്ടിയിട്ടൊരു ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു, കൂടെ നടക്കാൻ വേണ്ടിയിട്ടൊരു ദൈവം. ഒരു ദരിദ്രനും ഒരിക്കലും സങ്കടപ്പെടാനോ പരാതിപ്പെടാനോ പറ്റാത്ത രീതിയിൽ ഈശോ അവനേക്കാൾ ദരിദ്രനായി. നമുക്ക് ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആശുപത്രിയെങ്കിലും നമുക്കുണ്ട് കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി. പണ്ടൊക്കെ ഒരു സത്രമെങ്കിലും ഉണ്ട്. സത്രം പോലും നിഷേധിക്കപ്പെട്ട് കാലിത്തൊഴുത്തെന്നൊക്കെ പറയുന്നു വചനത്തിൽ. പക്ഷെ വചനത്തിൽ പറയുന്ന കാലിത്തൊഴുത്തിൽ പിറന്നു എന്നല്ല പറയുന്നത്, അവൻ എവിടെയോ പിറന്ന് എന്നിട്ട് കാലിത്തൊഴുത്തിൽ കച്ചയിൽ പൊതിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഈശോയുടെ ജനനം ചിലപ്പം പൊതുനിരത്തിലായിരിക്കും സംഭവിച്ചത്. അത്രത്തോളം ദരിദ്രനായിട്ടുള്ളവൻ, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടവില്ല. മരണത്തിലും അവൻ അതുപോലെ ദരിദ്രനായിരുന്നു. അവൻ വിശന്നിട്ടുണ്ട്. നമുക്ക് വിശന്നവൻ ഒരിക്കലും പരാതി പറയാൻ പറ്റത്തില്ല. കാരണം 40 ദിവസം വിശപ്പ് സഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഏത് സങ്കടങ്ങളും അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ച ഒരു ദൈവമാണ്. ഈ ദൈവം നമ്മളുടെ കൂടെയുണ്ട്. അതാണ് ക്രിസ്മസിൻ്റെ വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് രാത്രി മനുഷ്യപുത്രൻ അവതരിച്ച ആ രാത്രി നിസ്സഹായതയുടെ ഒരു രാത്രിയാണ്. അന്ന് അവർക്കൊന്നുമില്ലായിരുന്നു. ഈ മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഒരുപാട് വാല്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് യേശുവിൻ്റെ ജനനത്തെ അന്ന് ആ ദിവസം രാത്രി പരിശുദ്ധ അമ്മയും യോസേപിതാവും അനുഭവിക്കേണ്ട വന്ന വലിയൊരു ക്ലേശത്തെ ഓർക്കണം. പരിപൂർണ ഗർഭിണിയായ ഒരു സ്ത്രീ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഗലീലിയിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്കുള്ള വലിയൊരു യാത്ര.
ആ യാത്രയുടെ ക്ലേശങ്ങൾ മുഴുവൻ വഹിച്ചുകൊണ്ട് പരിപൂർണ ഗർഭിണിയായ ഒരു സ്ത്രീ, ഒടുവിൽ ഈ സ്ത്രീക്ക് ഒരു സത്രത്തിലും ഇടം കിട്ടുന്നില്ല. എത്രയോ വാതിലുകളാണ് യൗസേപ്പ് പിതാവ് മുട്ടുന്നത്. എന്നിട്ട് പരിപൂർണ ഗർഭിണിയായ ഒരു സ്ത്രീയെ മനുഷ്യ മനസ്സിന്റെ മുമ്പിൽ യൗസേപ്പ് പിതാവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ പരിപൂർണ ഗർഭിണിയാണ്. എവിടെയെങ്കിലും സത്രത്തിൽ, ഈ സത്രങ്ങൾക്കും ചേർന്ന് കാലിത്തൊഴുത്തുകളുണ്ട്. ഒട്ടകങ്ങളെയും കുതിരകളെയും കഴുതകളെയും ഒക്കെ പാർപ്പിച്ചിരുന്ന തൊഴുത്തുകളുണ്ട് ഈ സത്രത്തിന്റെ കൂടെ തന്നെ. അവിടെയും യൗസേപ്പ് പിതാവ് ചോദിക്കുന്നുണ്ട് ഒരു അഭയം ലഭിക്കാൻ വേണ്ടി. ഓർക്കണം, ഇത് ചരിത്രത്തിൽ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് വ്യക്തികളല്ല. ഇത് യൗസേപ്പ് പിതാവും മാതാവുമാണ്. മാതാവിനെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ദൈവപുത്രന്റെ അമ്മ. സ്വർഗവുമായിട്ട് ഇത്രയേറെ, സ്വർഗം പരിശുദ്ധ കന്യകാമറിയത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? കൃപ നിറഞ്ഞവളെ സുസ്തി, ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നു. എന്നിട്ടാണ് ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ദൈവം ഇത്രയേറെ സഹനങ്ങൾ അയക്കുന്നത്. നിസ്സഹായതയുടെ ഒരു വക്കിൽ രണ്ടുപേരെ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. എന്നിരുന്നാലും ഈ രാത്രി പരാതികളുടെ രാത്രിയല്ല. നിസ്സഹായതയുടെ രാത്രി ഒരിക്കലും പരാതികളുടെ രാത്രിയല്ല. എന്നാൽ അത് വലിയ ദൈവീക സാന്നിധ്യം അവരനുഭവിച്ചതാണ്. ഈ ശിശുവിനെ അവർ കാലിത്തൊഴുത്തിൽ അഭയം നൽകുമ്പോൾ, ഈ കാലിത്തൊഴുത്തിൽ ജന്മം നൽകുമ്പോൾ, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുമ്പോൾ, ഓർക്കണം, ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ആ കൊച്ചിനെ, ആ ശിശുവിനെ വീണ്ടും ദൈവം അടയാളമാക്കി മാറ്റും. ഈ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അടയാളം അതാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു. നിസ്സഹായതയുടെ ഒരു രാത്രിയിൽ, പരാതികളില്ലാത്തൊരു രാത്രിയിൽ പരിശുദ്ധ അമ്മ ഒരു ശിശുവിനെ പൊതിഞ്ഞപ്പോൾ, ആ പൊതിഞ്ഞ ആ ശിശുവിനെ, ആ പൊതിഞ്ഞ അതിനെ ഒരു അടയാളമാക്കി മാറ്റിയ ഒരു ദൈവം ഈ രാത്രിയിൽ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പം വന്നേക്കാം. നമ്മൾ ദൈവവുമായിട്ട് വലിയ പ്രാർത്ഥന സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു. ദൈവവുമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്നു. എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്നു. കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനകളിൽ മുടങ്ങാതിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നു. എന്നിരുന്നാലും ജീവിതത്തിലേക്ക് നിസ്സഹായതയുടെ ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ, അപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഈ ക്രിസ്മസ് രാത്രിയിൽ ദൈവം നമുക്ക് പരിചയപ്പെടുന്നത്. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും. ആ രാത്രി പരാതികളില്ലാത്ത ഒരു രാത്രിയാണ്. നിസ്സഹായതയുടെ വക്കിൽ പരാതികളില്ലാതെ ജീവിച്ച രണ്ട് വ്യക്തികൾ. ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട. പരാതികളില്ലാത്ത രാത്രി, നിസ്സഹായതയുടെ രാത്രി എന്നൊക്കെ പറയുമ്പം ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷവേളയാണ്. ഇതിൻ്റെ ഒരു സങ്കടം എന്താന്ന് പറയുന്നത്, ദൈവം എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മളത് ആഘോഷം മാത്രമാക്കി മാറ്റുന്നുണ്ടോ? ഇന്നത് ഒരു ആഘോഷം മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം എല്ലാ ക്രിസ്മസിലും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര പുൽക്കൂടുകളിൽ ഈശോ ജനിച്ചാലും സ്വന്തം ഹൃദയത്തിൽ ജനിച്ചില്ലെങ്കിൽ ഒരു ഉപകാരവുമില്ല. കഴിഞ്ഞ ദിവസം ഒരു തമാശയല്ല, ഒരു കാര്യം, ഫ്രാൻസിസ് അസീസിയുടെ സ്റ്റിഗ്മാറ്റയുടെ 800-ാം വർഷം ആഘോഷിച്ചു. അപ്പോൾ ഒരു സഭയിലെ ഒരു അംഗം ഞാനുമായി പങ്കുവച്ചത് ഇങ്ങനെയാ: ഞങ്ങൾ ഇന്ന് നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു. അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ പ്രത്യേകത? ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ സ്റ്റിഗ്മാറ്റ, നമുക്കറിയാം, പഞ്ചശതങ്ങളുടെ ഓർമ്മയുടെ 800-ാം വാർഷികമാണ്. അത് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പാവം ആ മനുഷ്യൻ വേദന അനുഭവിച്ചത് നിങ്ങൾ തിന്ന് ആഘോഷിക്കുക. അപ്പൊ ഇതുപോലെയാണ് ഇന്ന് കർത്താവ് ക്രിസ്മസിൽ എല്ലാം ഉപേക്ഷിച്ച് വന്നത്. നമ്മൾ തിന്നും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുക. ആഘോഷം മാത്രമായി മാറുന്നുണ്ടോ? ഈ ക്രിസ്തു ജനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആഘോഷത്തിൽ ഒതുങ്ങിയാൽ ക്രിസ്മസിന്റെ ചൈതന്യം തന്നെ നഷ്ടപ്പെടുക. ഇന്ന് ക്രിസ്മസിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി, ഒന്ന് നന്നായി ഒന്ന് ഭക്ഷണം കഴിച്ച്, ഒന്ന് മദ്യപിച്ച്, ഓക്കെ, അങ്ങനെ ഒരു രാത്രി ആക്കി മാറ്റണം. ഈവൻ പാതിരാ കുർബാനയ്ക്ക് പോലും മദ്യപിച്ച് പോകുന്നവരുണ്ട്. വലിയ ത്യാഗമൊക്കെ എടുത്ത് നോമ്പൊക്കെ നോക്കി 24 ദിവസം അല്ലെങ്കിൽ 25 ദിവസം മദ്യപിക്കാതെ ഇതിന്റെ എല്ലാം കേട് 25-ാം ദിവസം ചിലപ്പോൾ തീർക്കും. ജോസച്ചൻ പറഞ്ഞോട് കൂട്ടിച്ചേർത്ത് പറയാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ദൈവം നമുക്കായി കൂടെ വസിക്കാനായിട്ട് ഇറങ്ങി വന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന്. നമ്മൾ ഈ ക്രിസ്മസിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെയാണോ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു രസകരമായ ഒരു പുരാതന കഥ ഇങ്ങനെയാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു അപ്പൂപ്പൻ്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് വിദേശത്ത് നിന്ന് മക്കളെല്ലാം കടന്നു വരികയാണ്. അവർ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ വീട്ടിലെ
വളരെ ശ്രദ്ധയെ ആകർഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവരെടുത്തു മാറ്റി. ചുമര് പെയിൻ്റ് അടിച്ചു, വൃത്തികേടായിട്ടുള്ള ചട്ടികളൊക്കെ എടുത്തു മാറ്റി, പൊളിഞ്ഞു കിടക്കുന്ന മേശയൊക്കെ എടുത്തു മാറ്റി. അവസാനം അവർ നോക്കിയപ്പോൾ വൃത്തികേടായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് ആ വീട്ടിലെ വൃദ്ധനായ അപ്പൂപ്പൻ. അപ്പോൾ ആ അപ്പൂപ്പനെ തൊഴുത്തിലേക്ക് മാറ്റി നിർത്തി അവർ തന്നെ കേക്ക് മുറിച്ച് ഒരു പീസ് അപ്പൂപ്പന് കൊണ്ടുപോയി കൊടുത്തു, തൊഴുത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. ബർത്ത്ഡേ പോയി ഇല്ലാണ്ട് ബർത്ത്ഡേ ആഘോഷിച്ച ഒരു വിദേശ കുടുംബത്തിൻ്റെ കഥയാണ് അത് പറഞ്ഞു വെക്കുന്നതെങ്കിലും അതിലൊരു അർത്ഥമുണ്ട്. ബർത്ത്ഡേ പോയി ഇല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് ഇപ്രകാരമായിട്ടുള്ള ഒന്നായിട്ട് മാറുകയാണോ? ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആയിട്ട് മാറുകയാണോ നമ്മുടെ ഈ ആഘോഷം? ഇപ്പോൾ നമുക്കറിയാം, തലേദിവസം തന്നെ നൊയിമ്പ് വീടുന്നതിന് മുമ്പ് തന്നെ നാം ഇറച്ചി വാങ്ങി ഒരുക്കുന്നു, മീൻ വാങ്ങി വയ്ക്കുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയിൽ ഒന്ന് ചെന്ന് പങ്കുകൊണ്ട് ദൈവത്തോട് കൂടെയായിരുന്നു കൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൈവത്തിന് കാഴ്ചവെച്ചിട്ട് തിരിച്ചു വന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം എടുത്ത ഒരു പുതിയൊരു സ്റ്റെപ്പായിരുന്നു. ഇതുപോലെ തന്നെ ദരിദ്രരോട് അല്പവും കൂടെയൊക്കെ അനുകമ്പ കാണിക്കാൻ, മറ്റുള്ളവരെ അല്പവും കൂടെ സ്നേഹത്തോടെ കരുതാൻ, അവരുടെ കൂടെ ഒരു ദൈവം ഉണ്ടെന്നൊക്കെ ഒന്ന് പ്രഘോഷിക്കാനുള്ള ഒരു അവസരവും കൂടെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ക്രിസ്മസ് നാളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഈ ആഘോഷങ്ങളെക്കാളേറെ, ഇപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ, മറിച്ച് എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ, എൻ്റെ സഹോദരനിലുള്ള ക്രിസ്തുവിനെ കാണത്തക്ക രീതിയിൽ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളത് പ്രാർത്ഥിക്കണം. ദൈവം മനുഷ്യനുമായി ഐഡന്റിഫൈ ചെയ്ത ഒരു സമയമാണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പം. എൻ്റെ ഒരു ബാച്ചുകാരൻ വൈദികൻ ക്രിസ്മസിന് കൊടുത്തൊരു നിർവചനമുണ്ട്. ദൈവം മനുഷ്യനുമായി സെൽഫി എടുത്ത ദിവസമാണ് ക്രിസ്മസ്. നമ്മുടെ ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ അത് എനിക്ക് തോന്നുന്നു മനോഹരമാണ്. ദൈവം മനുഷ്യനുമായി സെൽഫി എടുത്ത ഒരു ദിവസമാണ് ക്രിസ്മസ്. പക്ഷെ ദൈവം മനുഷ്യനുമായി സെൽഫി എടുക്കുമ്പം ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഈ ഫോട്ടോയിൽ ഒതുങ്ങി നിൽക്കാനല്ല. അവന്റെ ആഗ്രഹം നമ്മളോടൊപ്പം നടക്കണം. അവന്റെ ആഗ്രഹം നമ്മൾ അവൻ്റെ ഒപ്പം നടക്കണം, അവനെ കൂടെ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായി ഒരുങ്ങുക. റേമയുടെ ഈ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് വരുമ്പം എൻ്റെ പ്രിയ പ്രേക്ഷകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാ. നിങ്ങൾ ഇറച്ചി മേടിക്കും, മീൻ മേടിക്കും, എന്തെല്ലാം മേടിച്ചോ കുഴപ്പമില്ല, ആഘോഷിക്കാം. പക്ഷേ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ദൈവം ഇറങ്ങി വരുന്ന ദിവസമായത്. എന്നോടൊപ്പം ജീവിക്കാൻ എൻ്റെ ദൈവം വന്നൊരു ദിവസം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ വളരെ വേദനകളൊക്കെ ഉണ്ടാവും. ജസ്റ്റിൻ ഡീക്കൻ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. നിസ്സഹായതയുടെയും പരാതികളില്ലാത്തൊരു രാത്രിയായിരുന്നു ക്രിസ്മസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു നിസ്സഹായാവസ്ഥയുണ്ടാവാം, ഒരുപാട് പരാതികളുണ്ടാകാം, വേദനകളുണ്ടാകാം. ഈ വേദനകൾക്ക് നടുവിലും ക്രിസ്തു ജനിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൻ്റെ ഒരു ആഗ്രഹമേ ഉള്ളൂ, നമ്മൾ ആ ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കണം. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. ഞാൻ മനോഹരമായ ഒരു കുമ്പസാരം നടത്തി പാതിരാ കുർബാനയ്ക്ക് പോയി വിശുദ്ധ ബലി മനോഹരമായി അർപ്പിച്ച് ക്രിസ്മസിന് ഞാൻ നന്നായി തയ്യാറെടുക്കും. ആ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കും. ഈ ഡിസംബർ 25 മാത്രമായിരിക്കരുത് ക്രിസ്മസ്. ഇനി ഇത് കഴിയുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകണം. ബ്രദർ തോമസ് പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് മെസ്സേജ് ചോദിച്ചപ്പം ബ്രദർ തോമസ് പോൾ പറഞ്ഞതാ, എല്ലാ ദിവസവും എനിക്ക് ക്രിസ്മസാണ്. എല്ലാ ദിവസവും ഈശോ എന്നിൽ പ്രഭാതത്തിൽ ജനനമെടുക്കുന്നു. മനോഹരമായൊരു ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. മനോഹരമായൊരു ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഉമ്മ വച്ചുമ്മ വച്ചുണർത്തിയ ആട്ടിടയാ ഉന്നതനേ, ഞങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലലാ 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 ആഹാ 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 ആഹാ. ക്രിസ്തുമസിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി
എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം നേരുന്നു. അടുത്തയാഴ്ച റേമയുടെ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.